ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാലിൻ്റെ പോർട്രേറ്റ് ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ എല്ലാ പോർട്രേറ്റിലും ചെയ്യുന്ന കണക്ക് തന്നെ ഏറ്റവും മുകളിലത്തെ ഭാഗം തൊട്ട് ആ ഹെയർ തൊട്ടാണ് ഔട്ട്ലൈൻ ഇട്ട് ഇങ്ങോട്ട് വരേണ്ടത്. ആ ഹെയറും ആ നെറ്റിത്തടത്തിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ആ കണ്ണിൻ്റെ ഒരു ഐബ്രോയുടെ ആ ഒരു ലൈനുകളും അത് ചിലപ്പം ഒരുപാട് പലവരുടെയും പല രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ഫോട്ടോ നോക്കി നമ്മൾ അതേപോലെ ട്രേസ് ചെയ്തെടുക്കുന്നതാണ് പോർട്രേറ്റ്. അതായത് ഒരേപോലെ ഒപ്പിയെടുക്കാനുള്ളൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പോർട്രേറ്റിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുത്ത് പോകാവുന്നതേ ഉള്ളൂ. ലൈവായിട്ട് ഒരാളെ ഇരുത്തി വേണമെങ്കിൽ നമുക്കിതുപോലെ സ്കെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ അവിടെയെല്ലാം ഷെയ്ഡ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് കളറിങ്ങിൽ പെട്ടെന്ന് ചെയ്തത് ഒരുപാട് സമയമെടുത്ത് ഞാൻ കളർ ചെയ്യുന്നതല്ല, വളരെ പെട്ടെന്ന് കളർ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് ആ ഒരു ഷെയ്ഡ് ഇട്ട് അതിൻ്റെ മുകളിൽ ഈ ചെയ്യുന്നവർക്കായാലും അതിൻ്റെ മുകളിൽ പെട്ടെന്ന് ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ ഇട്ടില്ല. ഈ താടിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് പ്ലസ് ബ്രൗൺ പ്ലസ് വൈറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ഒക്കർ കളർ കൊടുക്കും, ഒരു ചെറിയ യെല്ലോയിഷ് ആയിട്ടാണ് തോന്നുന്നെങ്കിൽ ഒക്കർ കളർ കൊടുക്കും. ഇനി ഈ മുടിയിലെന്ന് വെച്ചാൽ ഒരു റെഡ് കളറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഞാനത് വാഷ് ചെയ്തിങ്ങെടുത്ത് അതിനുശേഷം ആ ഒരു കർവ് അനുസരിച്ച് ബ്ലാക്ക് പ്ലസ് റെഡ് ഇട്ട് നമ്മൾ ആ ഒരു മുടിയിൽ നമ്മൾ നോക്കിയിട്ടാണെങ്കിൽ എവിടെയൊക്കെയാണോ ലൈറ്റ് ഇടേണ്ടത് അവിടെയെല്ലാം ലൈറ്റും, എവിടെയൊക്കെയാണോ ഡാർക്ക് ഇടേണ്ടത് അവിടെയെല്ലാം ആ ഡാർക്കും ഇട്ടാണ് ആ ഒരു ഹെയർ നമ്മൾ എടുക്കുന്നത്. ഇപ്പം ആ വെറുതെ നമ്മൾ ആ ചുരുൾ മുടിയുടെ ആ ബ്ലാക്ക് ഇട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡാർക്ക് ആൻഡ് ലൈറ്റ് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ അക്ലിക് കളർ ആവുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയിട്ട് നമുക്ക് വീണ്ടും മുമ്പിലോട്ട് ചെയ്ത് പോകും. ഇതിൽ തന്നെ ആ മുടിയിൽ ഒരുപാട് ഷെയ്ഡുകൾ വരുന്നുണ്ട്. പിങ്ക് കളർ അത് അവസാനം നമ്മൾ ചെയ്തതാണ്. ഇതുപോലെ ലാസ്റ്റ് ഫിനിഷിങ് ചെയ്യാനായിട്ട് ചെറിയൊരു പിങ്ക് കളറും കൂടി ആ മുഖത്ത് കൊടുത്താണ്